എക്സാക്ട്ലി. ഞാൻ ആക്ച്വലി ആദ്യത്തെ പോസ്റ്റർ വന്നപ്പോൾ ഒരു ബൊക്കെ പോലെ ഉണ്ടായിരുന്നു അല്ലേ കാണാൻ. ശരിക്കും സച്ച് എ ബ്യൂട്ടിഫുൾ ബൊക്കെ ദ പോസ്റ്റർ ഡിസൈൻ. പക്ഷെ മലയാള സിനിമയിൽ ഇതിന് മുമ്പും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ആൾക്കൂട്ടത്തിൽ തനിയയിൽ മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും രണ്ടുപേരും അഭിനയിക്കുകയാണ്. വളരെ വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ട്. ഇപ്പം നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള സ്റ്റാർഡം ഉണ്ടെങ്കിലും കഥ നല്ലതാണെങ്കിൽ, സ്ക്രീൻ പ്ലേ നല്ലതാണെങ്കിൽ, ആ വിഷനുമായിട്ട് ലൈനാണെങ്കിൽ ആക്ടേഴ്സിന് ഒരിക്കലും ആ ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയം എനിക്കിപ്പോൾ ഭയങ്കര കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതിൽ ആസിഫുണ്ട്, നിവിൻ കെയിം ഇൻ ദ വെരി എൻഡ് ഒരു ഷോട്ടിനായിട്ട്, അത് ശ്രീനിവാസൻ സർ, എല്ലാവരും അതിലൊരു ക്യാരക്ടർ എടുക്കും. കുഞ്ചാക്കോ ബോബൻ, ഇവരെല്ലാവരും ഒരു ക്യാരക്ടറായിട്ട് അതിൽ ജീവിക്കാനാണ് വരുന്നത്. അവരവരുടെ ഞാൻ ഇന്ന ആക്ടറാണ് എന്നുള്ളൊരു സ്പേസ് അല്ല. അപ്പോൾ എം ടി വാസുദേവൻ നായർ സാറിൻ്റെ ഒരു ആന്തോളജിയിലെ ഒരു ഭാഗം, ഒരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്. അറ്റ്ലീസ്റ്റ് ഐ ഹോപ്പ് ഐ എം റൈറ്റ് ഇൻ സെയിങ് ദാറ്റ്. ഇങ്ങനത്തെ ഒരു അവസരം അങ്ങനെ എനിക്ക് ആദ്യം അശ്വതി ചേച്ചിയുടെ കോള് വന്നപ്പോൾ ഞാൻ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ യെസ്, ദർ ഇസ് നോ അതർ തിങ്. ലോജിസ്റ്റിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നേ ഉള്ളൂ, അല്ലാതെ അതൊരു ഒരിക്കലും ഒരു നോ ആവില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. എം ടി സാറിൻ്റെ വേൾഡ്സ് ദാറ്റ് ഹി ക്രിയേറ്റഡ്, അതിന് പകരം വയ്ക്കാൻ വേറെ ആരുമില്ല. അപ്പം അതിലൊരു അഭിനേത്രി എന്ന രീതിയിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്.